സുഖം തന്നെയല്ലേ? ആ, കുഴപ്പമില്ല. വീട്ടിലെല്ലാവരും സുഖം തന്നെ. രമേശ് ഏട്ടനെന്താ? അങ്ങനെ തന്നെ. രാവിലെ കടയിൽ ജോലിക്ക് പോവും, രാത്രി തിരിച്ചു വരും. ഏട്ടന്റെ അമ്മ വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. മുൻപുള്ള സന്തോഷമൊന്നും ഇന്നില്ല. എപ്പോഴും ഏട്ടന് ഓരോ ആലോചനയാ. അച്ഛനെന്തു പറ്റി എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ബാക്കിയൊന്നും സാരമില്ല. എപ്പോഴും ചുറുചുറുക്കായി നടന്നുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. എന്റെ അടുത്ത് പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഏട്ടന് എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളത്. ഇന്നലെ കൂടി എന്റെ അടുത്ത് കരഞ്ഞു. എന്തിനേട്ടന്റെ കണ്ണ് കലങ്ങുന്ന? അനാവശ്യമായിട്ട് എന്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിച്ചു. ഇല്ല, അതൊന്നും അല്ല. ഇല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി. ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രമേശിന്റെ ഫാദറിന്റെ മരണത്തിന് അരവിന്ദ കാരണം. രമേശിന്റെ അച്ഛൻ കൊടുത്ത പണം അരവിന്ദ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിന്നെ പോലെ വളർത്തിയതാ ഞാൻ അവനെ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇല്ല, എനിക്ക് അവനെ ഒരു തവണ കൂടി കാണണം. അവന്റെ മുഖം കാണണം. നിന്റെ അച്ഛനെ കൊന്നവനെ ഒരിക്കൽ കൂടി എനിക്ക് കാണണം. എനിക്ക് കാണണം. അവനെ വിടരുത് രമേശൻ, അവനെ വെറുതെ വിടരുത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല.